എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വാടാമലരുകളിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ക്ഷേത്രവിശേഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ കരിവെള്ളൂർ മഹാദേവ ക്ഷേത്രം. അങ്ങിവിടെ എത്ര വർഷമായി? 2 വർഷമായി. കരിവെള്ളൂർ ക്ഷേത്രം അതിന്റെ പ്രധാന ഈ 108 ശിവാലയങ്ങളിൽ പെട്ടതാണോ? അതെ 108 ശിവാലയം പെട്ടതാണ്. അടുത്ത് പുത്തൂരമ്പലമുണ്ട്, അതിൽ പെട്ടാണ്. ഓക്കെ. പഴമ കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും മനോഹരമായ ക്ഷേത്രം. വിശാലമായ നാലമ്പലം. പ്രൗഢിയോടെ നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൽ സാക്ഷാൽ മഹാദേവൻ പാർവതീ സമേതനായി വിളങ്ങുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടായ മത്തവിലാസം കൂത്ത്, വിരുത്തിക്കൂത്ത് എന്നുള്ള കൂത്തുത്സവം. ഈ കൂത്തിനെ പറ്റിയുള്ള ഐതിഹ്യം മൂന്ന് ദിവസം കൂടിയായിട്ടാണ് ഒരു മത്തവിലാസം കൂത്ത് പൂർത്തിയാകുന്നത്. 1-ാം ദിവസം കൂത്ത് പുറപ്പാടായിരിക്കും സൂത്രധാരൻ എന്നുള്ള ഒരു വേഷത്തിലാണ്. 2-ാം ദിവസം നിർവഹണം, കുമാരസംഭവത്തിൻ്റെ 36 വരി ശ്ലോകമാണ്, അത് രാവിലെ ആയിരിക്കും. 3-ാം ദിവസം കപാലി, അത് രാത്രിയാണ്. വൃശ്ചിക സംക്രമ ദിവസം വിരുത്തിക്കൂത്ത്. മത്തവിലാസം കൂത്ത് കഴിപ്പിക്കുവാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്കാണ് വിരുത്തിക്കൂത്ത് കഴിപ്പിക്കുന്നത്. കേരളത്തിൽ കരിവെള്ളൂർ ശിവക്ഷേത്രത്തിൽ മാത്രമാണ് വിരുത്തിക്കൂത്ത് കഴിക്കുന്നത്. ഇഷ്ടകാര്യസിദ്ധിക്കും സന്താനലബ്ധിക്കും വേണ്ടിയാണ് വിരുത്തിക്കൂത്തും മത്തവിലാസം കൂത്തും കഴിക്കുന്നത്. എല്ലാ വർഷവും തുലാം സംക്രമം തുടങ്ങി വൃശ്ചിക സംക്രമം വരെയാണ് കൂത്ത് വഴിപാട് സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. കൂത്തമ്പലത്തിൽ നടത്തിവരുന്ന മത്തവിലാസം കൂത്തിൻ്റെ രത്നച്ചുരുക്കമാണ് പറയുന്നത്. സത്യസോമൻ ഒരു വിശ്വസ്ത ബ്രാഹ്മണകുലത്തിൽ ജനിച്ചു. ജന്മനാ ശിവഭക്തനായ അദ്ദേഹം യൗവനത്തിൽ ദേവസോമ എന്ന കന്യാരത്നത്തെയാണ് വേളി കഴിച്ചത്. പരമേശ്വര ആരാധന ഒരു നിത്യവ്രതമായി സത്യസോമൻ കരുതിപ്പോന്നു. ഒരു ദിവസം ഈശ്വര ദർശനത്തിനായി തിരിച്ച അദ്ദേഹം വഴിമധ്യേ ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടു. ഏതാനും ബ്രഹ്മചാരികൾ ഒരു പ്ലാസിൻ്റെ ചമതമരം ഉന്നത ശിഖരത്തിൽ കയറിയിരുന്ന് ശാഖകൾ മുറിക്കുകയാണ്. ബ്രഹ്മചര്യാശ്രമ നിയമപ്രകാരം ബ്രഹ്മചാരികൾ മരങ്ങളിൽ കയറരുത് എന്നാണ്. ഈ പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് കോപവും വിഷാദവും തോന്നി. അദ്ദേഹം അവരെ വേണ്ടവിധം അനുശാസിച്ച് താഴെ ഇറക്കിയതിനു ശേഷം സ്വയം മരത്തിൽ ചമത മുറിക്കാൻ ആരംഭിച്ചു. തങ്ങളെ തക്ക സമയത്ത് ഉപദേശിക്കുകയും സഹായിക്കാൻ ഒരുമ്പിടുകയും ചെയ്ത ആ മഹാബ്രാഹ്മണനെ ബ്രഹ്മചാരികൾ മനസ്സാ ബഹുമാനിച്ചു. കൊമ്പുകൾ ത്വരിതഗതിയിൽ മുറിഞ്ഞു വീണു തുടങ്ങി. സന്തോഷത്തിൻ്റെ തിരതള്ളലിൽ നിമഗ്നരായ ആ ബ്രാഹ്മണ ബാലന്മാർ നോക്കി നിൽക്കെ അപ്രതീക്ഷിതമാവണ്ണം ആയുധം ബ്രാഹ്മണ ഹസ്തത്തിൽ നിന്നും വഴുതി താഴെപ്പോയി. താഴെ കൊമ്പുകൾ പിടിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രാഹ്മണകുമാരൻ്റെ കഴുത്തിൽ തട്ടുകയും ബ്രാഹ്മണ ബാലൻ മരിക്കുകയും ചെയ്തു. വിഷാദമഗ്നനായ സത്യസോമൻ താഴെ ഇറങ്ങി ഉടലും ശിരസും വേർപെട്ട ആ ബ്രഹ്മചാരിയുടെ മൃതദേഹവും ചുമലിലേന്തി ദുഃഖഭാരം താങ്ങാനാവാതെ അദ്ദേഹം പാപപരിഹാരാർത്ഥം ബ്രഹ്മസഭയെ പ്രാപിച്ചു. സംഭവങ്ങളെല്ലാം മഹാബ്രാഹ്മണരോട് ഉണർത്തിച്ചു. വൈദികരുടെ അവസാനത്തെ തീരുമാനത്തെ പ്രതീക്ഷമനായി നിലകൊണ്ടു. വിധി വൈപരീത്യത്താൽ ബ്രാഹ്മണനാശം ഹേതുവായി ബ്രഹ്മഹത്യാ പാപവും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. ബ്രഹ്മഹത്യാ പാപമുണ്ടായാൽ കുട്ടികൾ ജനിക്കാതെ കുടുംബം നശിക്കും. ബ്രഹ്മഹത്യാ പാപമോചനാർത്ഥം സർവലോക പാപ നിവന്താവായ ശിവനെ തപസ്സു ചെയ്യാൻ മുനിമാർ അദ്ദേഹത്തോട് ഉപദേശിച്ചു. പതി സമേതനായ സത്യസോമൻ തപോവനം പ്രാപിച്ച് പരമശിവനെ തപസ്സു ചെയ്യാൻ പുറപ്പെട്ടു. പരമകാരുണികനായ പരമശിവൻ പ്രസാദിച്ച് പ്രത്യക്ഷീഭൂതനായി അദ്ദേഹത്തെ അകമഴിഞ്ഞ് അനുഗ്രഹിച്ചു. ഉമാകാന്തൻ ഇപ്രകാരം അരുളി ചെയ്തു: ഹേ ബ്രാഹ്മണ, അങ്ങേക്കുണ്ടായ ബ്രഹ്മഹത്യാ ദോഷം നീങ്ങിയിരിക്കുന്നു. കപാലി വേഷത്തിൽ അങ്ങ് എന്നെ സേവിച്ചു.
ഇനി ഈ രൂപത്തിൽ തന്നെ നൃത്തം ചെയ്ത് ജനസന്തോഷം നേടി അന്ത്യകാലത്തിൽ പ്രാപിച്ചുകൊള്ളുക. സന്താന ദുഃഖത്താൽ വിഷമിക്കുന്നവർക്ക് അങ്ങയുടെ നൃത്തം ശാന്തി നൽകട്ടെ. എൻ്റെ നൃത്തം ദേവകൾക്കെന്ന പോലെ അങ്ങയുടെ നൃത്തം ഭൂമിയിൽ സർവ്വജനങ്ങളുടെയും ദുഃഖമകറ്റി സന്താനപ്രാപ്തിക്കും അഭീഷ്ടകാര്യസിദ്ധിക്കും കാരണമായി ഭവിക്കട്ടെ. ഇതാണ് ഈ കൂത്തിൻ്റെ മത്തവിലാസം കൂത്തിൻ്റെയും വിരുത്തിക്കൂത്തിൻ്റെയും ഒക്കെ ഒരു ഐതിഹ്യമായിട്ട് പറഞ്ഞു വരുന്നത്. നമസ്കാരം ധനുഷ്. ഈ ഒരു കരിവെള്ളൂർ ക്ഷേത്രം നമ്മുടെ അറിവിൽ മഹാദേവ ക്ഷേത്രങ്ങൾ നിരവധിയുണ്ട്. അപ്പോൾ ഈ 108 ശിവാലയങ്ങളിൽ പെട്ട ഒന്നാണോ ഈ കരിവെള്ളൂർ ക്ഷേത്രം? അതെ, ഈ കരിവെള്ളൂർ മഹാശിവക്ഷേത്രം 108 ശിവാലയത്തിലെ കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള ക്ഷേത്രമാണ്. മലബാർ. ഇവിടുന്ന് അങ്ങോട്ട് വടക്കേ അങ്ങോട്ട് ക്ഷേത്രം ഇല്ല, 108 ശിവാലയത്തിലില്ല. പിന്നെ ഇവിടെയുള്ളത് പിന്നെ പുത്തൂർ ശിവക്ഷേത്രമാണ് ഉള്ളത്, തൊട്ടടുത്ത് പുത്തൂർ. ഈ 2 ക്ഷേത്രമാണ് ഈ വടക്കേ അറ്റത്ത് ഉള്ള 2 ക്ഷേത്രങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് മലബാർ ദേവസ്വം ബോർഡിലുള്ളതാണോ? മലബാർ ദേവസ്വം ബോർഡ് ചെറുക്കൽ കോവിലകത്തിൻ്റെ ക്ഷേത്രമാണ്. അവർ ദേവസ്വത്തിലേക്ക് വിട്ടുകൊടുത്ത അമ്പലമാണ്. പിന്നെ ചെറുക്കൽ കോവിലത്തിന് 36 ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രം ഇതാണ്. പുത്തൂർ അമ്പലം ഈ ചെറുക്കൽ കോവിലത്തിൽ പെടുന്നതാണ്. അതെ, ശിവക്ഷേത്രം. ഈ മറ്റുള്ള ശിവക്ഷേത്രങ്ങളിൽ ഈ നമ്മുടെ സമ്പ്രദായം പടിത്തരപ്രകാരവും അല്ലെങ്കിൽ പൂജാവിധാനങ്ങളിലുള്ള വ്യത്യസ്തതകളും ഒക്കെ കൊണ്ട് വ്യത്യസ്തങ്ങളാണോ ഈ 108 ശിവാലയങ്ങളും? പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ കൂത്തിനുള്ള മിഴാവും അതുമൊക്കെ നമ്മളെ നാലമ്പലത്തിനുള്ളിൽ കണ്ടു. അതെന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? ഇവിടെ പ്രധാനപ്പെട്ടതായിട്ട് ഈ മത്തവിലാസം കൂത്താണ് ഇവിടെ ഉണ്ടാവാറ്. മത്തവിലാസം കൂത്ത് നടക്കുന്ന ക്ഷേത്രങ്ങൾ ഒന്ന് കാഞ്ഞിലശ്ശേരി അമ്പലം, പിന്നെ കൊട്ടിയൂർ ശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ മാത്രമാണ് ഈ മത്തവിലാസം കൂത്ത് ഇവിടെ ഉണ്ടാവുന്നത്. ഇവിടെ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന, ഇവിടെയും കാഞ്ഞിലശ്ശേരി നമ്മൾ നടത്തുന്നത് ഭക്തജനങ്ങളുടെ പ്രാർത്ഥന പ്രകാരമാണ് മത്തവിലാസം കൂത്ത് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതായത് വഴിപാടായിട്ട്. അപ്പൊ ഈ ഒരു കൂത്തിനൊക്കെ നമ്മൾ നേർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപ ഏകദേശം വരും? നമ്മുടെ ഇപ്പോൾ കൂത്ത് നേരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് സന്താനങ്ങളില്ലാത്ത വിഷയമാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. കൂടുതൽ ഇഷ്ടകാര്യ സാധിക്കും, സന്താനലബ്ധിക്കുമാണ്. 2 തരം കൂത്താണ് ഇവിടെയുള്ളത്. ഒന്ന് മത്തവിലാസം കൂത്ത്, രണ്ടാമത് വിരുത്തിക്കൂത്ത് പറയുന്നത്. അത് ഈ മത്തവിലാസം കൂത്ത് കഴിപ്പിക്കാൻ പറ്റാത്തവർക്ക് ഈ വിരുത്തിക്കൂത്ത്, അത് 10 രൂപയാണ്. അതും പ്രാർത്ഥിക്കുന്നത്. അതായത് അത് പ്രാർത്ഥിച്ചാൽ 10 രൂപ 16 വർഷം ആ കുട്ടികൾ ആയിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേരിൽ 16 വർഷം ഇവിടെ വന്നിട്ട് കൂത്ത് പ്രാർത്ഥന ചെയ്യണം. 16 വർഷം ഒന്നിച്ച് റെസീറ്റ് മുറിക്കലല്ല, 16 വർഷം തുടർച്ചയായിട്ട് ഈ ക്ഷേത്രത്തിൽ ഇവിടെ വരണം. വർഷത്തിൽ ഒരിക്കൽ അങ്ങനെ വരിക. ഈ കൂത്തിന്റെ സമയത്താണ് വരാറ്. തുലാമാസമാണ് വരാറ്. തുലാമാസം വന്നിട്ട് പിന്നെ കൂത്ത് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ 20,000 കൂത്തെല്ലാം ഒരു വർഷം ഉണ്ടാവും. അപ്പൊ വെറും 10 രൂപയാണ് ഒരു ചീട്ടിന്. അപ്പൊ അത് എല്ലാം കൂടിയാണ് ഈ പറഞ്ഞ പോലെ കൂത്തിനായിട്ട്. എണ്ണ പ്രകാരമാണ് ഇവിടെ കൂത്ത് നടക്കുന്നത്. മറ്റേ ഒരു മിഴാവിന് ഒരു വട്ടം വന്നാലാണ് ഒരു കൂത്തുണ്ടാവുന്നത്. അപ്പോൾ ഇത്ര എണ്ണത്തിന് ഒരു വട്ടം വന്നാലും വിരുത്തി കൂത്ത്. അതിന് അലങ്കാരങ്ങൾ കുറവായിരിക്കും. മത്തവിലാസം കൂത്ത് പോലെ മത്തവിലാസം കൂത്ത് കംപ്ലീറ്റ് അലങ്കാരം വെച്ചിട്ടാണ്. കപാലി. അതായത് ഒരു മത്തവിലാസം കൂത്ത് എന്ന് പറയുന്നത് 3 സെക്ഷനായിട്ടാണ്. ഒന്ന് കൂത്തിന്റെ നിർവ്വഹണം, അത് സൂത്രധാരൻ എന്നാ പറയാ. കൂത്തിന്റെ പുറപ്പാട്. രണ്ടാമത്തെ നിർവ്വഹണം, അത് കുമാര സംഭവത്തിലെ സുബ്രഹ്മണ്യൻ എങ്ങനെ ഉണ്ടായത്, മറ്റേ സുബ്രഹ്മണ്യന്റെ കഥയാണ് കുമാര സംഭവത്തിൽ പറയുന്നത്. അതിന്റെ 36 ശ്ലോകമാണ് 2ാമത്തെ ദിവസം പറയുന്നത്. 3ാമത്തെ ദിവസം രാത്രിയാണ് കപാലി വേഷത്തിൽ അരങ്ങിലെത്തുന്നത്. ഈ 3 ദിവസമായിട്ടാണ് ഒരു കൂത്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ 22 കൂത്താണ് ഒരു വർഷം ഉണ്ടാവാറ്. ഈ മത്തവിലാസം കൂത്തും ഭക്തർക്ക് വഴിപാടായിട്ട് സമർപ്പിക്കാം. മത്തവിലാസം കൂത്ത് തന്നെ വഴിപാട് ചെയ്യുന്നത്. മത്തവിലാസം കൂത്ത് വിരുത്തിക്കൂത്ത്, ഈ 2 കൂത്താണ് ചെയ്യുന്നത്. മത്തവിലാസം കൂത്ത് ചെയ്യാൻ കുറച്ച് സാമ്പത്തികമുള്ളതാണ്. ഇപ്പൊ 25,000 രൂപയാണ് പൈസ വാങ്ങുന്നത്. 25,000 രൂപ. അപ്പൊ അതിന് സാമ്പത്തിക ശേഷിയും പിന്നെ
വരുത്തിക്കൂത്ത് നേരം ചെയ്യാം, ആർക്കും വേണമെന്നില്ല. അപ്പൊ 25,000 രൂപയ്ക്ക് എല്ലാം ഭക്ഷണം, അതായത് ബ്രാഹ്മണ കൂട്ടത്തിൽ ബ്രഹ്മഹത്യ പാവത്തിന്റെ അതെല്ലാം ദോഷത്തിന്റെ എല്ലാം പരിഹാരമായിട്ട് ഈ കൂത്ത് നടക്കുമ്പോൾ തന്നെ ബ്രാഹ്മണന്മാർക്ക് അവിടെ ഭക്ഷണം അത് ബ്രാഹ്മണ കൂട്ടിൽ പ്രാധാന്യം അവിടെ. അപ്പൊ അതിന് കഴിച്ചിട്ട് അവർ ബ്രാഹ്മണൻ കഴിച്ചതിന് ശേഷം പിന്നെയാണ് ഈ കൂത്ത് കഴിഞ്ഞ ശേഷം ഈ കൂത്ത് കഴിപ്പിച്ച ഭക്തജനങ്ങൾക്ക് ഭക്ഷണം നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഭക്ഷണവും ബാക്കി എല്ലാ ചെലവും ഉൾപ്പെടെയാണ് 25,000 രൂപ വരുന്നത്. പിന്നെ തായമ്പകി ഉണ്ടാവും ആ കൂട്ടത്തിൽ തന്നെ. 22 ദിവസം തായമ്പകയുള്ള ക്ഷേത്രമാണ് ഇവിടെ. 22 ദിവസം തായമ്പകം ഈ ആചാരാനുഷ്ഠിതമായിട്ട് അല്ലെങ്കിൽ ആചാരബന്ധിതമാണ്. അതെ, ഇതിന് അനുബന്ധിച്ചാണ് ഈ തായമ്പക ഉണ്ടാവുന്നത്. അപ്പൊ കേരളത്തിലെ പ്രഗത്ഭരായ എല്ലാ കലാകാരന്മാരും ഇവിടെ വരാം. ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് ഏത് മാസം? എങ്ങനെ ഉത്സവം നമ്മൾ വരുന്നത് മെയ് 9-നാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഈ കളക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പം മെയ് 9-നാണ് ഇവിടെ ഉത്സവം. അത് 7 ദിവസമാണോ? ഇംഗ്ലീഷ് ഡേറ്റ് ആണ് മെയ് 9. മെയ് 9 7 ദിവസമായിട്ടാണ്? ഒറ്റ ദിവസമാണ്. ഒറ്റ ദിവസം കലശത്തിന്റെ ഉത്സവം മാത്രം. മറ്റേ ഈ കൂത്തിനാണ് കൂത്ത് മഹോത്സവമായിട്ട് കലാപരിപാടികളും പുറമെ കലാപരിപാടികളായിട്ട് ഒരു മാസം. ഈ ക്ഷേത്രത്തിന്റെ തന്ത്രം ആരാണ്? മേൽശാന്തി ആരാണ്? ഇപ്പൊ തന്ത്രി നമ്മൾ തലനൽ നമ്പൂതിരിപ്പാടാണ്. പത്മനാഭൻ നമ്പൂതിരിപ്പാടാണ് ഇവിടുത്തെ. ഇപ്പൊ അദ്ദേഹം തന്നെയല്ലേ ഈ നമ്മുടെ പയ്യന്നൂർ പതിനമ്പത്തിൽ അദ്ദേഹം തന്നെയാണ് ഉണ്ടാവുന്നത്. 22 കൂത്താണ് ഒരു വർഷം ഉണ്ടാവാറ്. 22 കൂത്ത് 22 കൂത്താണ്. തുലാം 8-ന് തുടങ്ങിയാൽ തുലാം 30 വരെയാണ് മത്തലാസ് കൂത്ത് ഉണ്ടാവുന്നത്. വ്യക്തി കൂത്ത് ഉണ്ടാവുന്നത് വൃശ്ചിക സംക്രമത്തിന് ഏറ്റവും അവസാനത്തെ സംക്രമമാണ്. തുലാം സംക്രമത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ വൃശ്ചിക സംക്രമത്തിനാണ് അതിപ്പോ കൂത്ത് ഉണ്ടാവുന്നത്. ഇപ്പൊ കഴിഞ്ഞു 16-ാം തീയതി. ഈ ചാക്കേരി വരുന്നതും ഈ മാടേക്കാവിൽ ഒരു മാസം കൂത്തുണ്ട്. അത് അങ്കുലിയാങ്കാണ് കൂത്ത്. ആ കൂത്ത് കഴിഞ്ഞ ശേഷം അവർ നേരെ ഇങ്ങോട്ട് വരുന്നത്. മാടേക്കാവ് കൂത്ത് കഴിഞ്ഞിട്ടാണ് അവരിങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഈ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് അപേക്ഷിച്ചിട്ട് ഈ പ്രാദേശികമായി പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ തമ്മിൽ ഉള്ള ഒരു ബന്ധം കൂടി വളരെ ശ്രദ്ധേയമാണ്. ഈ മാടായിക്കാവാണെങ്കിലും തൃച്ചംബരാണെങ്കിലും തളിപ്പറമ്പാണെങ്കിലും പെരുമാൾ ആണെങ്കിൽ ശരി, പയ്യന്നൂരാണ്, ഇതൊക്കെ തമ്മിലുള്ളൊരു ബന്ധങ്ങൾ അല്ലേ ക്ഷേത്രങ്ങൾ വഴി? പിന്നെ കുറെ ക്ഷേത്രങ്ങളിൽ ഉപക്ഷേത്രമായിട്ടും കാവുകളായിട്ടും ഇവിടെ ചക്ക കൊണ്ടുവരുന്ന ഒരു പരിപാടിയുണ്ട്. അതെങ്ങനെ? കർക്കിടക മാസത്തില് ചക്ക തേങ്ങ കൊലയായിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഈ ആദി മാറ്റാൻ വേണ്ടിട്ട് ഇവിടെ ഒരു കാഴ്ചയായിട്ടാണ് വരാറുള്ളത്. കർക്കിടക സംക്രമത്തിൽ വന്നാൽ കർക്കിടക ചിങ്ങ സംക്രമത്തിന് അത് രാവിലെ നിവേദിക്കും. ഇവിടെ നിവേദിച്ചിട്ട് ഇവിടെ പൂജാവിധാനങ്ങൾ എത്ര പൂജകളാണ്? 5 പൂജ. രാവിലെ ഉഷപൂജ, ഉച്ചപൂജ, രാത്രി അത്താഴപൂജ. 3 പൂജയാണ്. ദീപാരാധന ഉണ്ട്? ദീപാരാധന ഇല്ല. സന്ധ്യാവേല കൊട്ടൽ മാത്രമേ. അങ്ങനെ ഒരു വ്യത്യാസം കൂടി. സന്ധ്യാവേല കൊട്ടൽ മാത്രമേ ഉള്ളൂ. സന്ധ്യാവേല കൊട്ടൽ മാത്രം. 3 പൂജകളുള്ളൂ. 3 പൂജയാണ്. പിന്നെ നമുക്ക് ഇവിടുത്തെ വഴിപാടുകളിൽ ഈ പറഞ്ഞ പോലെ കൂത്തല്ലാണ്ട് മറ്റെന്തെങ്കിലും സവിശേഷകരമായ മഹാദേവൻ ഏത് ഭാവത്തിലാണ് ഇവിടെ? ഇവിടെ സാത്വിക ഭാവത്തിലാണ് ദേവിയുടെ സങ്കല്പമായിട്ട് ദേവിയുണ്ട്. ദേവിയുടെ സങ്കല്പം അത് പിന്നെ വിളക്ക് മുറിയാറുണ്ട്. ദേവി സങ്കല്പം മാത്രം ഇതില്ല, പ്രതിഷ്ഠയായിട്ടില്ല. പ്രതിഷ്ഠയുള്ളത് ഗണപതി ശാസ്താവ് ഉള്ളില്, പുറമെ കൃഷ്ണൻ ശ്രീ ഭൂതനാഥനുണ്ട്. ഭൂതനാഥൻ എന്ന് പറയുന്ന സങ്കല്പം അത് ശിവസങ്കല്പമാണ്. ശിവസങ്കല്പം അവിടെ നിന്ന് 1 മൂലസ്ഥാനം പോലെ. അതെ, മൂലസ്ഥാനം പോലെ. പിന്നെ ഒരു നാഗമുണ്ട്. പുറമേ ഒരു നാഗമുണ്ട്. നമുക്ക് ഒരേക്കറയിൽ നാഗമുണ്ട്. അതുപോലെ ഈ ക്ഷേത്രത്തും ഐതിഹ്യപരമായിട്ട് അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള ഒരു നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ഐതിഹ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഈ ക്ഷേത്രത്തിനെ പറ്റി? പറയുകയാണെങ്കിൽ അറിയില്ല. അങ്ങയുടെ പേര്? സഞ്ജയ് കുമാർ, ക്ലർക്കാണ്. ഇവിടെ വഴിപാട് ക്ലർക്കാണ്. ഇവിടെ അടുത്ത് തന്നെ വീട്. ഇപ്പൊ 2039 വരെ കൂത്ത് ഇവിടെ ബുക്കിംഗ് ആയി കഴിഞ്ഞു. 2039 കൂത്ത് ബുക്ക് ചെയ്താൽ കിട്ടുന്നത് അതുവരെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ നാട്ടിലുള്ള ആൾക്കാരുടെ വിശ്വാസവും അതുപോലെ അവർക്കുള്ള ഓരോ കാര്യസാധ്യതകളും കേരളത്തിലൂടെ പുറമേ ബോംബെയിൽ അവരും ബുക്ക് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2039 കുറച്ച് കൂത്ത് ഫുള്ളാവും. കൂത്ത് ബുക്കിംഗ് ആയി കഴിഞ്ഞിട്ട്. ശരി, വളരെ നന്ദി. ഓക്കെ. ഈ കൂത്ത് നമ്മളിപ്പോ വഴിപാട് നേരുമല്ലോ, അപ്പൊ അതെങ്ങനെയാ അത് പ്രാർത്ഥിക്കേണ്ടത്? അതായത് കൂത്ത് സന്താന വിഷയത്തിൽ ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ നമ്മള് കൂത്തിന്റെ സമയത്താണ് നമ്മൾ കൂത്ത് പ്രാർത്ഥന ചെയ്യേണ്ടത്. ഇവിടെ കൂത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ
കൂത്ത് വലിയ കൂത്ത് നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ മദ്രാസ് കബാലി വേഷത്തിലുള്ള കൂത്ത് പകുതിയാകുമ്പോൾ നടയിലേക്ക് പോകും തൊഴാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് നമ്മൾ പറയണം കൂത്ത് പ്രാർത്ഥന ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ വിളിക്കും. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് കൂത്ത് മണിയടിച്ചിട്ട് അവരുടെ പേര് നക്ഷത്രം പറയാം, എന്താണ് ആവശ്യം, ഇപ്പോൾ സന്താനങ്ങൾ സന്താന വിഷയം, ഇഷ്ടകാര്യങ്ങൾ ഇഷ്ടകാര്യം, അങ്ങനെ പറയുകയാണെങ്കിൽ മണിയടിച്ച് പ്രാർത്ഥിച്ച് ആ വിളക്ക് തിരിച്ച് നമ്മൾ ഭഗവാനിലേക്ക് സമർപ്പിക്കുക. ആ സമയത്താണ് നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നെ അതിന് ശേഷം പിന്നെ ഒന്നും വേണ്ട, പിന്നെ കുട്ടികൾ ആയതിനു ശേഷമാണ് നമ്മൾ കൂത്തിട്ട് ബുക്ക് ചെയ്യുന്നത്. ആ സ്ഥലത്തല്ല ബുക്ക് ചെയ്യേണ്ടത്, കുട്ടി ആയതിനു ശേഷം. കൂത്ത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് കുട്ടി ആയതിനു ശേഷം കൂത്ത് ആണ് ഇവിടെ ബുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ശരിക്കും ഇപ്പൊ ഈ വളരെ കാലത്തിന് ശേഷമായിരിക്കും നടത്താൻ സാധിക്കുക. കൂത്ത് ബുക്ക് ചെയ്താല് 15 വർഷം കഴിഞ്ഞിട്ട് കൂത്ത് കിട്ടും. കുട്ടി കുറച്ച് മെടുക്കനായിട്ടൊക്കെ വരാം. അതാണ് ഇപ്പൊ അങ്ങനെയാണ് കൂത്ത് പ്രാർത്ഥന. ഓക്കെ.